ഈ ചാകാന് കിടക്കുന്ന ബിലാലിനെ ഉണ്ടല്ലോ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് ഒരു ഉപകാരമില്ലടാ, നിനക്കൊരു ഉപകാരമില്ലടാ, നിനക്കൊരു ഉപകാരമില്ലടാ. ഉടൻ തന്നെ അബൂബക്കർ പറയുകയാണ്, ഉബയ്യത്തെ 60 അടിമയെ മേടിക്കുന്ന പ്രതിഫലമുണ്ടല്ലോ നിനക്ക് ഞാൻ തരാമടോ. ഇതങ്ങ് പറയുമ്പോ ഉമയ്യത്തിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, നീ എനിക്ക് 60 അടിമകളെ മേടിക്കുന്ന സമ്പത്തിന്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ബിലാലിനെയുണ്ടല്ലോ നിനക്ക് ഞാൻ തരാമടോ. ഉടൻ തന്നെ അബൂബക്കറിന്റെ പ്രിയമുള്ളവര് അബൂബക്കറിന്റെ സ്വത്തുക്കളുണ്ടല്ലോ അബൂജഹലിന്റെ കയ്യിലേക്ക് ഉമയ്യത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയോ. പടച്ചവരെ ഇതങ്ങ് കൊടുക്കുമ്പോ ബിലാൽ തങ്ങളതാ എണ്ണീക്കുകയാണ്, അബൂബക്കർ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചുകൊണ്ട് ബിലാലിനോട് പറയുകയാണ്, ബിലാലേ റസൂലുള്ള വിളിക്കുന്നുണ്ട്, ബിലാലേ റസൂലുള്ള വിളിക്കുന്നുണ്ട്, ബിലാലേ നിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ പള്ളിക്കകത്തിരുന്നിട്ട് റസൂലുള്ള കരയുന്ന ബിലാലേ. ഉടൻ തന്നെ ബിലാൽ പറയുകയാണ്, എനിക്കെന്റെ റസൂലുള്ളയെ കാണണമെന്ന് പറയുകയാണ്. ബിലാലതോ വസ്ത്രമതാ ധരിക്കുകയാണ്, റസൂലുള്ളയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. റസൂലുള്ളയുടെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയോ. അല്ലാഹുവേ റസൂലുള്ളയതോ കെട്ടിപ്പിടിക്കുകയോ. റസൂലുള്ള എന്റെ പ്രിയമുള്ളവരെ കെട്ടിപ്പിടിക്കുമ്പോ ബിലാൽ എന്റെ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുകയാണ്. റസൂലുള്ള ഇതുവരെ എന്റെ യജമാനൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടില്ല നബിയേ, കെട്ടിപ്പിടിച്ചിട്ടില്ല നബിയേ. ഇതങ്ങ് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ബിലാൽ തങ്ങളോട് റസൂലുള്ള പറയുകയോ, ബിലാലേ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു സ്വർഗമാണ് ബിലാലേ, നിനക്ക് 2 സ്വർഗമാ, നിനക്ക് 2 സ്വർഗമാ. ഒന്നാമത്തെ സ്വർഗം ഏതെന്നറിയോ? ഈ ദുനിയാവ് ബിലാലേ നിനക്ക് സ്വർഗമാണെന്ന് എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ള പറയുകയാണ്. രണ്ടാമത്തെ വിഭാഗം ഏതാ? ഒറിജിനൽ സ്വർഗമുണ്ടല്ലോ അല്ലാഹു ബിലാലിന് കൊടുക്കുന്നതാ. എല്ലാവരും പടച്ചവന്റെ പരലോകത്ത് നിൽക്കുമ്പോ സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വറങ്കലിച്ചുകൊണ്ട് നിൽക്കുമ്പോ പടച്ചവനെ സ്വർഗത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കടക്കുമ്പോ ആ സ്വർഗത്തിൽ റസൂലുള്ള ഹൗദുൽ കൗസർ കൊടുക്കുന്നതോ എല്ലാവർക്കും എന്റെ പ്രിയമുള്ളവര് റസൂലുള്ളയതോ ഹൗദുൽ കൗസർ കൊടുക്കുമ്പോ ഒരാൾക്ക് മാത്രമുണ്ടല്ലോ ഹൗദുൽ കൗസർ റസൂലുള്ള വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അതാരെന്നറിയോ? സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. എന്തുകൊണ്ടാ? ബിലാൽ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അബൂജഹലും കൂട്ടാളികളും എന്റെ പ്രിയമുള്ളവര് ബിലാലിനെ ഉപദ്രവിച്ചപ്പോ ബിലാൽ വെള്ളം ചോദിക്കുകയാണ്. ആ സമയത്ത് ബിലാലിന്റെ വായിലേക്ക് ഉമയ്യത്തിന്റെ പ്രിയമുള്ളവര് മൂത്രമൊഴിക്കുകയോ. ആ മൂത്രമുണ്ടല്ലോ ബിലാലതോ തുപ്പുകയോ. അത് കാരണമായിട്ട് റസൂലുള്ളയെ സ്നേഹിച്ചതിന്, റസൂലുള്ളയെ ഹുബ്ബ് വെച്ചതിന്, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ബിലാലിനുണ്ടല്ലോ റസൂലുള്ള ഹൗദുൽ കൗസർ കൊടുക്കുന്നതോ, ഹൗദുൽ കൗസർ കൊടുക്കുന്നതോ. റസൂലുള്ളാഹി തങ്ങള് ഒരാൾക്ക് മാത്രമേ ഹൗദുൽ കൗസർ വായിലേക്ക് ഒഴിച്ചു കൊടുക്കൂ അല്ലേ? ഇപ്പോ നബിദിനം കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ റസൂലുള്ളയെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അൽഹംദുലില്ലാ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ മൗലിദ് നടത്തുമ്പോ അതിനെതിരെ പറയാൻ ഒരുപാട് ചങ്ങാതിമാരുണ്ടാവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് പറയാനുള്ളത്, റസൂലുള്ളാഹി തങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ഹൗദുൽ കൗസർ അല്ലാഹുവിന്റെ റസൂൽ തരൂല.
അതിന്റെ അടുക്കലേക്കൊന്ന് ചെന്നിട്ട് റസൂലേ ഇത്തിരി തായോ എന്ന് ചോദിക്കാനുള്ള അവകാശം അല്ലാഹു നമുക്ക് തരൂല. അല്ലാഹുവേ റബ്ബേ ആ റസൂലുള്ളാഹി ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ കിനാവിൽ കാണാൻ അല്ലാഹു നീ സൗഭാഗ്യം തരണേ അല്ലാഹ്, സൗഭാഗ്യം തരണേ അല്ലാഹ്, സൗഭാഗ്യം തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സ്നേഹത്തിൽ പറയുക, ആ ബിലാൽ തങ്ങൾ ഇത്രത്തോളം റസൂലുള്ളാഹിയെ സ്നേഹിച്ചെങ്കിൽ അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ഏറ്റവും വലിയൊരു പുണ്യമാകുന്ന കർമ്മമാണ് ഇവിടുത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചെയ്യണത്. സാധുക്കളെ സഹായിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, വർഷങ്ങളോളം നിങ്ങൾ മസ്ജിദ് നബവിയിൽ വന്നിരുന്നാലും അതിനേക്കാൾ പ്രതിഫലമാണ് നിങ്ങൾ ഒരു സാധുക്കളുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കുക എന്ന് പറയുന്നത് സയ്യിദിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനം നിങ്ങളോടൊരു ചരിത്രം പറയും. ബിലാൽ തങ്ങളുടെ ചരിത്രങ്ങൾ കഴിയുമ്പോൾ റസൂലുള്ളാഹി തങ്ങള് നിങ്ങളുടെ നാട്ടിലെ പോലെ 7 പെൺകുട്ടികളെ നബി തങ്ങള് കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഒരു നായല്ല, ഒന്നെങ്കിൽ വലത്തോട്ട് പോവുക അല്ല ഇടത്തോട്ട് പോവുക. അത് പോട്ടെ, അല്ല ഇനി ശബ്ദം ഉണ്ടാക്കാൻ ഇനി എന്നെ ഒന്ന് കടിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി തങ്ങള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് അൽ-ഹിസാലിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓടി നടക്കുന്നത് പോലെ, അൽഹംദുലില്ലാഹ് ഇവിടുത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഓടി നടക്കുന്നത് പോലെ റസൂലുള്ളാഹി തങ്ങൾ മദീനത്ത് ഓരോ ആളുകളുടെയും മുമ്പിൽ പോയിട്ട് കൈ നീട്ടിയിട്ട് 7 പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. 7 പെൺകുട്ടികൾ. നിങ്ങൾ എത്ര പേരുടെ കഴിച്ചു വിട്ടിട്ടുണ്ട്? 5 പേരുടെ അല്ലെ? റസൂലുള്ളാഹി തങ്ങൾ 7 പേരുടെ കെട്ടിച്ചു വിട്ടത്. ആ ചരിത്രം കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനം പറഞ്ഞ് നമുക്ക് പിരിയണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ ബിലാൽ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി തങ്ങളുമായി അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു, വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി തങ്ങളെ ഇങ്ങനെ ആക്രമിച്ച് റസൂലുള്ളാഹി തങ്ങളും ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളും കൂടി എന്ത് ചെയ്തു? അങ്ങനെ സഹാബത്ത് എല്ലാവരും കൂടി എന്ത് ചെയ്തു? അൽഹംദുലില്ലാഹ് മദീനത്തേക്ക് പലായനം ചെയ്തു. ആദ്യമായി ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചത് എവിടെ? മക്കത്താ മദീനത്താ? എവിടെ ബാങ്ക് വിളിച്ചത്? ആദ്യമായി ബിലാൽ തങ്ങൾ മക്കത്താ അല്ലെങ്കിൽ മദീനത്താ? മക്കയെന്ന് കരുതുന്നവരൊന്ന് കൈവക്കി. ഉസ്താദെ, ബിലാൽ തങ്ങൾ ആദ്യമായി ബാങ്ക് വിളിച്ചത് മക്കയിലാണെന്ന് കരുതുന്നവരൊന്ന് കൈവക്കി. ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. 2 പേര്, 2 കുട്ടികളാ, 3. പക്ഷെ ബിലാൽ തങ്ങൾ ആദ്യമായി ബാങ്ക് കൊടുത്തവിടെ മദീനത്താണ്. മദീനത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ആദർശമതാ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ നിൽക്കുകയാണ്. ആ സമയത്തതാ ബിലാൽ തങ്ങൾ കടന്നു വന്നുകൊണ്ട് റസൂലുള്ളയോട് പറയുകയാണ്, റസൂലുള്ളാഹ്, ഈ മദീനത്തേക്ക് കടന്നു വന്നിട്ട് നമുക്കൊരു സന്തോഷമില്ലല്ലോ, നമുക്കെല്ലാവർക്കും അസുഖമാണല്ലോ. മദീനത്തേക്ക് കടന്നു പോകുമ്പോ എല്ലാവർക്കും അസുഖമാണല്ലോ, പനിയാണല്ലോ, ജലദോഷമാണല്ലോ, മാരകമാകുന്ന അസുഖങ്ങള് കടന്നു വന്നല്ലോ. പോകുമ്പോ ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ മദീനത്ത് പോകുന്ന സമയത്ത് ഒരു പനിയായിരിക്കും. മദീനത്ത് പോകുമ്പോ ഒരു പനിയായിരിക്കും. ഉംറയ്ക്ക് പോയവരുണ്ടെങ്കിൽ കൈപൊക്കെ. ഉംറയ്ക്ക് പോയവര്, ഞാൻ പോയിട്ടില്ല, 1 2 3 4 പോയിട്ടുണ്ട്. ഉംറയ്ക്ക് പോയവർക്കറിയാം, മദീനത്ത് പോയി കഴിയുമ്പോ ചെറിയ ജലദോഷവും ചെറിയ പനിയും തളർച്ചയൊക്കെ ആയിരിക്കും. ചില ഉമ്മമാർ അതൊന്നും വകവെക്കൂല. വന്നതല്ലേ, മുതലാക്കണം. റസൂലുള്ളാഹിയുടെ ചാരത്ത് പോയി സലാം പറയണം, സലാത്ത് ചൊല്ലണം എന്നുള്ള നിയ്യത്ത് വെച്ചിട്ട് പല ഉമ്മമാരും പോകും. പക്ഷേ ചില ആളുകൾക്ക് ശക്തമായ പനി കടന്നു വരും എന്ന് പറഞ്ഞതുപോലെ ബിലാൽ തങ്ങൾക്കും കൂട്ടാളികൾക്കും പല ആളുകളുണ്ട്. അബൂബക്കർ തങ്ങൾ, ബിലാൽ തങ്ങൾ, ഉമർ തങ്ങൾ എല്ലാവരും ഉണ്ട്. പല ആളുകൾക്കും ഇങ്ങനെ പനി വന്നപ്പോ ബിലാൽ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റണില്ലല്ലോ നബിയെ ഈ പനി, നമുക്ക് മക്കയിലേക്ക് തിരിച്ചു പോയാലോ? മദീന പറ്റുന്നില്ല നബി എന്ന് ബിലാൽ തങ്ങൾ വന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങള് ആ മദീനക്കാർക്ക് വേണ്ടി ഒരു ദുആ ചെയ്തു. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്ന പ്രിയമുള്ളവരെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹബ്ബിനാ മക്ക ഔ അശദ്ദാ. അർഹമു റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, രാജാതിരാജനായ അല്ലാഹ്, ഗഫാറായ അല്ലാഹ്, സത്താറായ അല്ലാഹ്, ജബ്ബാറായ അല്ലാഹ്,
അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, മദീനയോട് ഞങ്ങൾക്ക് നീ പ്രണയം തരണേ അല്ലാഹ്. കഹുബ്ബിനാ മക്ക, മക്കയോടുള്ള സ്നേഹം പോലെ പടച്ചവരെ ഞങ്ങൾക്ക് നീ മദീനയോട് സ്നേഹം തരണേ അല്ലാഹ്. ഔ അശദ്ദ, മക്കയേക്കാൾ 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 ആ മദീനയോട് അനുരാഗം തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങള് ദുആ ചെയ്യുകയാ. ഈ ദുആ കേൾക്കുമ്പോ ബിലാൽ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, റസൂലേ എനിക്ക് മക്കത്തേക്ക് പോകണ്ട. ഉടൻ തന്നെ അവിടെയുള്ള സഹാബത്തിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, നമുക്ക് യഥാസമയം നമസ്കരിക്കണമല്ലോ, അതിനൊരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോ ചില ആളുകൾ അതോ പറയുകയാണ്, ശബ്ദമുണ്ടാക്കിയാൽ മതി. ചില ആളുകൾ പറയുന്നു ഒച്ചപ്പാടുണ്ടാക്കിയാൽ മതി. അപ്പോഴതാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വേണ്ട വേണ്ട, ബാങ്ക് വിളിച്ചാലും മതി എന്ന് പറയുകയാണ്. ബാങ്ക് വിളിച്ചാലും മതി എന്ന് പറയുകയാണ്. എല്ലാവരും അതാ റസൂലുള്ളാഹിയുടെ ചാരത്തതോ കടന്നു വരികയാ. അബൂബക്കർ ഇരിക്കുന്നുണ്ട്, ഉമർ ഇരിക്കുന്നുണ്ട്, ഉസ്മാൻ ഇരിക്കുന്നുണ്ട്, അലിയാർ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട്, സൽമാൻ ഇരിക്കുന്നുണ്ട്. എല്ലാവരും അന്ന് റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഇരിക്കുമ്പോ അല്ലാഹുവേ ഒരുപാട് സൗന്ദര്യമുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട്. ബിലാൽ തങ്ങളുടെ പവർ എന്തെന്ന് പഠിച്ചോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ബാങ്ക് വിളിക്കാൻ ഒരാളെ തിരഞ്ഞെടുക്കണം. എല്ലാവരും എങ്ങനെ നിൽക്കുകയാണ്? ആരാണ് ആരാണ് റസൂലുള്ളാഹി തങ്ങള് തിരഞ്ഞെടുക്കുന്നതല്ലേ? റസൂലുള്ളാഹി തങ്ങള് തിരഞ്ഞെടുക്കുന്നതല്ലേ? എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുക അല്ലേ? ഇപ്പോ കമ്മിറ്റിയുടെ ഇലക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഈ കമ്മിറ്റിക്കാരൊക്കെ ഇങ്ങനെ വന്നിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പള്ളി കമ്മിറ്റിയുടെ ഇലക്ഷൻ വരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ വന്നിരിക്കും. ഇങ്ങനെ വന്നിട്ട് പാനലൊന്നും ഇല്ല. ഇങ്ങനത്തെ എടാ നീ പ്രസിഡന്റ്, എടാ നീ സെക്രട്ടറി, എടാ നീ ഖജാൻജി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോഴുണ്ട്. ആ ഹാജിയാര് സെക്രട്ടറി ആയിക്കോട്ടെ, ആ ഹാജിയാറിൽ പൈസ ഉണ്ട്, എന്നോ ട്രഷറർ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോ ചില ആളുകളൊക്കെ ഇങ്ങനെ വന്നിരിക്കും, എന്റെ പേരെന്ത് ഈ ചങ്ങാതി വിളിക്കാത്ത? ചില ആളുകളുണ്ട് അങ്ങനെ വന്നിട്ട്, ഇവനെന്ത് എന്റെ പേര് വിളിക്കാതെ, എന്റെ പേരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാം. ചില ആളുകൾക്കുള്ളിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഓ എനിക്കാകണ്ട, എനിക്ക് സെക്രട്ടറി ഒന്നും ആകാൻ താല്പര്യമൊന്നുമില്ല, എനിക്ക് പ്രസിഡന്റ് ഒന്നും ആകാൻ താല്പര്യമില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളറയിൽ ഒരു ത്വരയാണ്, ആരെങ്കിലും എന്റെ പേരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ അല്ലാ എന്ന് ചിലപ്പോൾ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ബിലാൽ തങ്ങളും എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാവരും ഇങ്ങനെ ആഗ്രഹിച്ചു, റബ്ബേ എന്നെ ഒന്ന് തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ, റസൂലുള്ള എന്നെ ഒന്ന് തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ അൽഹംദുലില്ലാ സന്തോഷമായിരുന്നു. കാരണം റസൂലുള്ളയാണ് തിരഞ്ഞെടുക്കുന്നത്. റസൂലുള്ള തിരഞ്ഞെടുത്താൽ അതൊരു വലിയ പവറാ അല്ലേ? റസൂലുള്ളാഹി തങ്ങളെ തിരഞ്ഞെടുത്താലും വലിയ പവറാ. നമ്മുടെ നാട്ടിൽ എത്ര ഉസ്താദന്മാരും നിങ്ങളെ ചങ്കിന്റെ ചങ്കായി കൂടെ കൊണ്ടുകിടന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ള നമ്മുടെ കൂട്ടുകാരനായി സ്വർഗത്തിൽ തിരഞ്ഞെടുത്താൽ അതല്ലേ ഏറ്റവും വലുത്? അതല്ല ഏറ്റവും വലുത്. എല്ലാവരും ഇങ്ങനെ കൊതിച്ചു, ആരായിരിക്കും പടച്ചോനെ ബാങ്ക് വിളിക്കാനായിട്ട് തിരഞ്ഞെടുക്കണത്? ഒന്നും തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബിലാലേ. ബിലാൽ തങ്ങൾ നെട്ടിത്തെറിച്ചു, റസൂലേ ഞാനോ? റസൂലുള്ള പറഞ്ഞു, എന്തേ നീ വിളിക്കൂലേ? റസൂലുള്ളാഹി തങ്ങളോട് ബിലാൽ പറഞ്ഞു, നബിയേ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും നബിയേ. എന്റെ ഹൃദയം മുഴുവനും നിങ്ങൾക്ക് ഞാൻ സമ്മാനമായി തന്നിരിക്കുക നബിയേ, നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുക നബിയേ, നിങ്ങൾക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുക നബിയേ. ഇതെന്ന് പറയുമ്പോ ബിലാൽ തങ്ങളോട് എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹ് പറയുകയാ, ബിലാലേ ബാങ്ക് വിളിക്കൂ ബിലാലേ. ബിലാൽ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ബാങ്ക് കൊടുക്കുകയാണ്. ബിലാൽ തങ്ങളതാ ബാങ്ക് കൊടുക്കുകയാണ്. അങ്ങനെ അതോ മക്ക വിജയത്തിന് ശേഷമുണ്ടല്ലോ റസൂലുള്ളാഹി തങ്ങള് മക്കയിലേക്ക് കടന്നു ചെല്ലുകയോ. അവിടെ ചെന്നുകൊണ്ട് ബിലാലിനോട് പറയുകയാണ്, ബിലാലേ ഈ മക്കയില് നീ ഒന്ന് ബാങ്ക് കൊടുക്കൂ ബിലാലേ. ബിലാലിന്റെ പ്രിയമുള്ളവരെ ആ കൗബാലയത്തിന്റെ മുകളിലേക്ക് കയറിയിട്ടതാ പടച്ചവരെ ഒരുപാട് സംഘ
സങ്കടങ്ങള് ബിലാലിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുണ്ട്. എന്നാൽ ഒരുപാട് ചോരയൊഴുക്കിയ മക്കയുടെ മുമ്പില് ബിലാലതോ ബാങ്ക് കൊടുക്കുകയോ, ബിലാലതാ ബാങ്ക് കൊടുക്കുകയോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അങ്ങനെയതോ ബിലാൽ തങ്ങളും റസൂലുള്ളാഹി തങ്ങളും അതോ സന്തോഷത്തോടുകൂടി കടന്നു വരികയോ. പടച്ചവര് ഒന്നാമത്തെ ഇസ്ലാമിലെ യുദ്ധമതാ കടന്നു വരികയാണ്. ബദർ യുദ്ധമതോ കടന്നു വരികയാണ്. ബദർ യുദ്ധമതാ കടന്നു വരുമ്പോ സഹാബത്ത് റസൂലുള്ളാഹിയും കൂടി ശത്രുക്കൾക്കെതിരെയതോ പോരാടുകയോ. പോരാടുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്തേക്ക് ബിലാൽ തങ്ങൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ആ കാണുന്ന വ്യക്തി ആരെന്ന് മനസ്സിലായോ? ഉടൻ തന്നെ റസൂലുള്ളാഹി നോക്കുമ്പോ അതാരാ? ശത്രുക്കളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരാളിങ്ങനെ നിൽക്കുകയാണ്. അതാരാ? ബിലാലിന്റെ വായിലേക്ക് ഒരു കാലഘട്ടത്തിനു മൂത്രമൊഴിച്ചു കൊടുത്ത നീചനായ വ്യക്തിയാകുന്ന എന്റെ പ്രിയമുള്ളവരെ ഉമയ്യത്തെന്ന് പറയുന്ന വ്യക്തിയോ. ബിലാൽ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ് ശത്രുക്കളുടെ മുമ്പിൽ. എന്റെ പ്രിയമുള്ളവരെ, ബിലാൽ തങ്ങള് ഊരി പിടിച്ച വാളെടുത്തിട്ട് ഉമയ്യത്തിനെ അതോ കൊല്ലുകയോ. ബിലാലിന്റെ ചരിത്രം കേട്ടവര്, ബിലാലിന്റെ ചരിത്രം കേട്ടവര്, റബീഉൽ അവ്വൽ കടന്നു പോയല്ലോ, റബീഉൽ ആഖിർ കടന്നു വന്നല്ലോ, മുഹീദ്ദീൻ ശൈഖിന്റെ ആണ്ടിന്റെ ദിവസമുണ്ടല്ലോ, നമ്മളിലേക്ക് കടന്നു വന്നല്ലോ. റസൂലുള്ളാഹിനെ വല്ലാതെ ഹുബ്ബ് വെച്ച വ്യക്തിയാണ് സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ. തങ്ങളെ അത്രത്തോളം ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ കൊണ്ടു നടന്ന വ്യക്തിയാണ് ബിലാൽ തങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വിചാരം റസൂലുള്ളയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ കുറച്ച് പായസമൊക്കെ വെച്ച് കുറച്ച് ചോറൊക്കെ കഴിച്ച് കുറച്ച് ഈത്തപ്പഴൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊടുത്ത് അണ്ട് പള്ളിയിൽ വന്നിട്ട് ബിരിയാണി കിട്ടിയില്ലെങ്കിൽ ഉസ്താദിന്റെ വാപ്പാക്കും ഉസ്താദിന്റെ വല്യാപ്പാക്കും സെക്രട്ടറിയുടെ ഉമ്മാക്കും ഒക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? ചില ആളുകൾ പോകും. ചില ആളുകളുണ്ടല്ലോ ഈ റമളാനൊക്കെ വന്നിട്ട് ഈത്തപ്പഴത്തിൽ കുരുവില്ലെന്ന് പറഞ്ഞിട്ട് ഇടിവെക്കണ ചില ആളുകളുണ്ട്. ഈത്തപ്പഴത്തിന് കുരുവില്ലെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇടിവെക്കും എന്ന് പറഞ്ഞതുപോലെ റസൂലുള്ളാഹി തങ്ങൾ റബീഉൽ അവ്വൽ മൗലിദിന് പോലും ഇരിക്കൂല. അതുകൊണ്ട് ചോറ് മേടിക്കാൻ കടന്നു വന്നിട്ട് ചോറ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇടിയുണ്ട് അല്ലേ? അതാണോ റബീഉൽ അവ്വൽ? അതല്ലല്ലോ. റസൂലുള്ളാഹിയുടെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ഒരു ദിവസം ഒരു 100 സ്വലാത്തെങ്കിലും നമുക്ക് ചെല്ലാൻ കഴിയണം. ഒരു ദിവസം 100 സ്വലാത്തെങ്കിലും ചെല്ലാൻ കഴിയണം. ഒരു സ്വലാത്തെങ്കിലും റസൂലുള്ളാഹിയുടെ പേരിൽ ഹൃദയം അറിഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ചെല്ലാൻ കഴിയണം. ആ റസൂലുള്ളാഹിയുടെ മദീന കാണണമെങ്കിൽ മഹാമാര് പഠിപ്പിക്കുന്നു, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ. ചിലപ്പോ നമ്മുടെ നാട്ടില് എന്റെ പ്രിയപ്പെട്ടവരെ തെങ്ങില് കയറുന്നവരായിരിക്കും, മീന്റെ പരിപാടിക്ക് പോണതായിരിക്കും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂലിത്തൊഴിലാളികളായിരിക്കും. പക്ഷേ റസൂലുള്ളാഹി തങ്ങളെ വല്ലാതെ ഹുബ്ബ് വെച്ച് മദീന കണ്ട എത്രയോ സാധുക്കൾ ഉണ്ടാകും. അല്ലാഹുവേ, ആ മദീന കാണാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ, തരണേ അല്ലാ. ആ മദീനയെ ഒന്ന് കൺകുളിർമയോടെ കാണാൻ നിങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ അല്ലാ. പൊന്നാര നബിയേ ഞാൻ കാണുന്നതെന്നാ, പുന്നാര റൗളയിൽ പോകുന്നതെന്നാ, പൂമണം വീശുന്ന റൗളാ സുവനത്തിൽ ചേരുന്നതെന്നാണ്, ഹൃദയം തൂകുന്നതെന്നാണ്. പാപിയാം ഞാനിന്ന് പാതിരാ നേരത്ത് പരനോട് യാചിക്കുന്നേ, പ്രാവുകൾ പാറുന്ന പാവന റൗളയിൽ കാണാൻ കൊതിയാവുന്നേ, പരിശുദ്ധ റൗള കാണുന്നതെന്നാ പോകുന്നതെന്നാണ്. പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ, പുന്നാര റൗളയിൽ പോകുന്നതെന്നാ, പൂമണം വീശുന്ന റൗളാ സുവനത്തിൽ ചേരുന്നതെന്നാണ്, ഹൃദയം തൂകുന്നതെന്നാണ്. മദീന ഒരു തവണയെങ്കിലും റബ്ബേ കാണാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ.
ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വാതിന് പോയപ്പോ എന്റെ കൂടെ ട്രെയിനിൽ ഇരുന്ന ഒരു ചങ്ങാതി എന്നോട് പറയും, ഉസ്താദെ 22 കൊല്ലം ഉസ്താദെ ഞാനും മക്കത്ത് ജോലി ചെയ്തവൻ ഉസ്താദെ, ഒരു തവണ പോലും എനിക്ക് റസൂലുള്ളാഹിയുടെ മദീന കാണാൻ കഴിഞ്ഞിട്ടില്ല ഉസ്താദെ എന്ന് പറയാം. വലിയ പൈസക്കാരനാ, കോടീശ്വരനാ. ആ സൗദിയിൽ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം പോലും എനിക്ക് ആ മദീന കാണാൻ കഴിഞ്ഞില്ല ഉസ്താദെ. നിങ്ങൾ പോണ സദസ്സിൽ എന്റെ അനുഭവം ഒന്ന് പറഞ്ഞു കൊടുക്കണം. പൈസ അല്ല ഉസ്താദെ വലുത്. പിന്നീട് ഞാൻ നാട്ടിൽ വന്ന് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹിയുടെ മദീന എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു, സ്വർഗത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടക്കാനുള്ള ഒരു മാർഗമാണ് റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. നമുക്കിന്ന് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ പുച്ഛവാ. ഇപ്പൊ ഇവിടെ തല്ലി ഹസാന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 5 മക്കളെല്ലാം അവർ കെട്ടിച്ചു വിടണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു ഖത്തീബ് എന്ന നിലയിൽ പറയാ, ഓരോ വെള്ളിയാഴ്ചയും പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാക്ക് ചെല്ലുമ്പോ ഓരോ ഉമ്മമാരും വന്നിട്ട് ഇങ്ങനെ ഒരു ലെറ്റർ തരും, ഉസ്താദെ എന്റെ പൊന്നുമോക്ക് 18 വയസ്സായ ഉസ്താദെ, കല്യാണം കഴിപ്പിച്ചു വിടാൻ മാർഗമില്ല ഉസ്താദെ. ഞാൻ പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പൈസയൊക്കെ നമ്മൾ എങ്ങോട്ടാ കൊണ്ടുപോകണേ? കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എനിക്ക് ഒരുപാട് ഭക്ഷണം വിളമ്പി തന്ന സക്കീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അല്ലാഹു നീ സ്വർഗം കൊടുക്കണേ റബ്ബേ. 1 വർഷം അയാൾ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ 6 മാസം ഗർഭിണിയാണ്. അല്ലാഹുവേ, ആ പൊന്നുമോൻ ഒരാഴ്ച മുമ്പ് ഒരു പനി വന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. കഫം വന്ന് നെഞ്ചത്ത് തറച്ചു കയറിയിട്ട് ന്യൂമോണിയം എന്ന് പറയുന്ന മാരകമാകുന്ന അസുഖം പിടിച്ചിട്ട് അല്ലാഹുവേ 3 ദിവസം മുമ്പ് ആ സഹോദരനെ രാത്രി 10 മണിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി കരുനാഗപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ കൊണ്ട് ഖബറടക്കി. അല്ലാഹുവേ, ഞാനാ മരണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരുപാട് സമ്പത്ത് തന്നു ഉസ്താദെ, പക്ഷേ അതുകൊണ്ടൊന്നും എന്റെ പൊന്നുമോനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഭാര്യ 6 മാസം ഗർഭിണിയാണ്. ആലോചിച്ച ഈ പൈസയൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ട് അങ്ങോട്ടാണ്. നമ്മുടെയൊക്കെ വിചാരം നരച്ചാലും മാത്രമേ നമ്മൾ മരിക്കോളെന്ന. നരച്ചാലും മാത്രമേ മരിക്കൂ ചങ്ങാതിമാരെ. ഇപ്പോ 4 മാസം മുമ്പാണ് എന്റെ ഒരു മുടി പോലും നരച്ചിട്ടില്ല. പക്ഷേ 4 മാസം മുമ്പാണ് പകുതി അസ്രായിലെ ഞാൻ കണ്ടത്. ഞാൻ വാഹനത്തിൽ പോണ സമയത്ത് എന്റെ വണ്ടി ഓടിച്ച ചങ്ങാതി ഉറങ്ങിപ്പോയി. ഞാനൊരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി, പിന്നീടാണ് രക്ഷപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവർ, ഏത് സമയത്തും മരണമെന്ന് പറയുന്ന ആ ഒരു വിപത്ത് നമ്മൾ ആലോചിച്ചോണം. നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്ന അതിഥിയാണ് ആര്? ബഹുമാനപ്പെട്ട ഇസ്രാഈൽ അലൈഹിസ്സലാം. റസൂലുള്ളാഹിയെ നിങ്ങൾ മുറുകെ പിടിച്ചു, വെറുതെ ആകൂല. റസൂലുള്ളാഹി തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ 2 ചെറുപ്പക്കാര് കടന്നു വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ വരുന്നത് ഒരു പാവപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്നാണ്. ഞങ്ങൾ കടന്നു വരുന്നത് ഒരു പാവപ്പെട്ട സമൂഹത്തിനിടയിൽ നിന്നാണ്. ഈ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്നിട്ട് ഈ ചെറുപ്പക്കാര് പറയുമ്പോ കയ്യൊക്കെ ഇങ്ങനെ വിറക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, എന്തിനാടാ നീ വിറക്കണം, നീ കാര്യം പറ. ആ ചെറുപ്പക്കാരന് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു സാധുവായ മഹതാവും പിതാവുണ്ട് നബിയെ. സാധുക്കളാ നബിയെ. നമ്മുടെ നാട്ടിലുണ്ടാകും ചിലപ്പോ ഒരു നേരത്തെ അരി പോലും മേടിക്കാൻ കഴിവില്ലാത്ത സാധുക്കളുണ്ടാകും. റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ആ പാവപ്പെട്ട ഉപ്പിച്ചാക്കും ഉമ്മിച്ചാക്കും എണ്ണീച്ച് നടക്കാനുള്ള കഴിവില്ല. അവര് രോഗമായിട്ട് കിടക്കണവരാ നബിയെ. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ആ പ്രിയപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും അല്ലാഹു 7 പെൺകുട്ടികളെ കൊടുത്തു. പക്ഷേ 7 പെൺകുട്ടികളെ കെട്ടിച്ചു വിടാനുള്ള മാർഗമില്ല നബിയെ. 7 പെൺകുട്ടികളെ കെട്ടിച്ചു വിടാനുള്ള മാർഗമില്ല. റസൂലുള്ളാഹി തങ്ങള് ആ മസ്ജിദുൻ നബവിയിൽ അവിടുത്തെ മുസല്ലയിൽ ഇരുന്നിട്ട് കരഞ്ഞപ്പോ സഹാബത്ത് എല്ലാവരും കൂടി വന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ 2 ചെറുപ്പക്കാരോട്, നിങ്ങൾ മദീനത്തെ മണൽത്തരികളിലൂടെ നടന്നു പോയിട്ട് അവിടെ കൂടിയിരിക്കുന്ന സഹാബത്തിനെയൊക്കെ വിളിച്ചോണ്ട് വാ. സഹാബത്തിന്റെ അടുക്കലേക്ക് ഈ 2 ചെറുപ്പക്കാര് കടന്നു ചെന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട്, റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട്. എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. ബിലാൽ തങ്ങളും എന്റെ പ്രിയമുള്ളവരെ ഉമർ തങ്ങളും അബൂബക്കർ തങ്ങളും അമ്മാർ തങ്ങളും സൽമാൻ തങ്ങളും അല്ലാഹുവേ എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി അതാ കരയുകയാണ്. ഉടൻ തന്നെ സഹാബത്ത് അതാ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് കരയുന്നത് നബിയേ? ഉടൻ തന്നെ ആ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്,
ആ 2 ചെറുപ്പക്കാരുടെ കഥയങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. 7 പെൺകുട്ടികളാണ്. 7 പെൺകുട്ടികളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബത്തെ, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഉള്ളറയിലേക്ക് പോയിട്ട് നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കൊണ്ടുവരിക. പടച്ചവനെ, റസൂലുള്ള ചോദിച്ചതല്ലേ. എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. കടന്നു ചെന്നിട്ട് റസൂലുള്ളയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് റസൂലുള്ളയുടെ കയ്യിലേക്ക് ഉള്ളതെല്ലാം കൊടുക്കുകയാ. ഉടൻ തന്നെ അബൂമർതങ്ങൾ കടന്നു വരികയാ. പാവപ്പെട്ടവനാ, ഒന്നുമില്ലാത്തവനാ. ഉമർതങ്ങൾ കടന്നു വന്നിട്ട് റസൂലുള്ളയുടെ കയ്യിലേക്ക് ഒരു പൊതി കൊടുക്കുക. റസൂലുള്ള തുറന്നു നോക്കി. എന്താണെന്നറിയില്ല. അല്ലാഹുവേ, ആ പൊതി ഇങ്ങനെ തുറന്നു നോക്കുമ്പോ അതെന്തെന്നറിയോ? ചെറിയൊരു സ്വർണത്തിന്റെ തരിയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. റസൂലുള്ള ചേർത്ത് പിടിച്ചിട്ട്, ഉമറേ, ഇതെവിടുന്നാ ഉമറേ? നീ പാവപ്പെട്ടവനല്ലേ? ഇത് നിനക്ക് എവിടുന്നാണ് ഉമറേ? ഉടൻ തന്നെ ഉമറദാ പറയുകയാണ്, ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ച സമ്പത്തിൽ നിന്ന് ഞാൻ ശേഖരിച്ചു വെച്ചതോ. ഉടൻ തന്നെ എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ള പറയുകയാണ്, ഉമറേ, നിനക്ക് അല്ലാഹു ബറക്കത്ത് തരുന്നതാ, റാഹത്ത് തരുന്നതാ, സന്തോഷം തരുന്നതാ. ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കയ്യിലുള്ളത് കൊടുക്കുകയാണ്. സഹാബത്തതാ കയ്യിലുള്ളത് കൊടുക്കുകയാണ്. അങ്ങനെ കയ്യിലുള്ളത് കൊടുത്തു 7 പെൺകുട്ടികള് അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി തങ്ങളെ കെട്ടിച്ചു വിട്ടെങ്കിൽ ഇവിടെ 5 പെൺകുട്ടികളാ. 5 പെൺകുട്ടികൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ആയിരക്കണക്കാണ് ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവരെ സുഖമായി കെട്ടിച്ചു വിടാൻ കഴിയുന്നതാണ് മോനെ. ഒരുപാടൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ സാധുക്കളാ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ അസ്രായീൽ കടന്നു വന്നാൽ, അല്ലാഹുവേ, കൂടെ കിടന്ന ഭർത്താവ് പോലും അറിയൂല, കൂടെ കിടന്ന ഭാര്യ പോലും അറിയൂല, മുത്തം കൊടുത്ത് കൊതി തീരാത്ത നിന്റെ പ്രിയപ്പെട്ട മക്കള് പോലും അറിയൂല. അവര് നാളെ സുബഹിക്ക് നിന്നെ വന്ന് വിളിക്കുമ്പോ നിനക്ക് എണ്ണീക്കാൻ കഴിയൂല. ചെറുപ്പക്കാരാ, എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ പ്രിയമുള്ളവര്, ഒരു പള്ളിയില് ഒരു സാധുവായ ഉസ്താദ് 10,000 രൂപ മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ ശമ്പളമുള്ള ഉസ്താദാണ്. ആ ഉസ്താദിന്റെ പ്രിയപ്പെട്ടവരെ ഇശാ നമസ്കരിച്ച് വിത്ർ നമസ്കരിച്ച് അല്ലാഹുവേ റൂമിന് കയറി കിടന്നതാ. സുബഹിയായപ്പോ എന്റെ പ്രിയമുള്ളവര് എണ്ണീക്കുന്നില്ല. മറ്റുള്ള ഉസ്താദുമാര് ചെന്ന് വിളിക്കുകയാണ്, എണ്ണീക്കുന്നില്ല. പടച്ചവരെ, അങ്ങനെ മണിക്കൂറുകൾ എന്റെ പ്രിയപ്പെട്ടവരെ കാത്തു നിൽക്കുകയാണ്, എണ്ണീക്കുന്നില്ല. അവസാനം ആ പള്ളിയുടെ പരിപാലകര് വന്നിട്ട് ആ റൂമിന്റെ ഡോർ എന്റെ പ്രിയമുള്ളവരെ ചവിട്ടിപ്പൊളിക്കുമ്പോ ആ ഉസ്താദിന്റെ പ്രിയമുള്ളവരെ അനങ്ങാന് കഴിയാതെ മരവിച്ച് കിടക്കുകയോ. ഇന്നാലില്ല, അവരുടെ പള്ളിയിലെ ഖതീബ് ഉസ്താദ് എന്റെ പ്രിയമുള്ളവരെ മരണമടയുകയാ.